ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫാമിലിൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കരുതുണ്ടാവും ഇതെങ്ങോട്ടായി പോകണം. ഒന്നുമല്ല മക്കളെ, നമുക്ക് പെരുന്നാളാണല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല. ഡ്രസ്സ് എടുത്തിട്ട് പറഞ്ഞാൽ സ്കൂൾ പൂട്ടി തുറക്കാനാവുമ്പോൾ ഞാൻ സാധാരണ ഡ്രസ്സ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇക്കുറി എന്താ എടുക്കാതിരുന്നേ, പെരുന്നാളിൻ്റെ തലേന്ന് അങ്ങ് പോയി എടുക്കുക, എന്നാൽ പെരുന്നാൾക്ക് ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ സ്കൂൾക്ക് ഉപയോഗിച്ചായിരുന്നു കണ്ട് അങ്ങനെ കാത്തിരുന്നതാട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ 2-3 കൂട്ട് ചുരിദാർ എടുക്കാൻ പോവുകയാണ്. നിങ്ങളൊന്നും കരുതണ്ട കേട്ടോ. അപ്പം എന്നാലും മക്കളെ, പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, നമുക്ക് സ്കൂൾക്ക് ഇടാമാണല്ലോ, അത് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എടുക്കാൻ പോവാണ്. ഇവിടെ കുട്ടികൾ വോയിസ് കൊടുക്കുന്ന രാത്രിയാണ്. കുട്ടികളിവിടെ പടക്കം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലബ്ബത്തെ കുട്ടികളൊന്നായിട്ട് ഇവിടെ വന്നിട്ട് നല്ല പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇടയ്ക്ക് വരും, അത് നിങ്ങളൊരു വിഷയമാക്കല്ലേ. അപ്പം നമ്മൾ ഇക്കാൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. രാത്രി ഒന്നല്ല കേട്ടോ, പകൽ തന്നെയാണ് പോകുന്നത്. പടക്കം പൊട്ടിച്ച് പറയുമ്പോൾ നിങ്ങൾ കരുതുണ്ടാവും ഇതിപ്പോൾ എപ്പോഴാണ് അപ്പോൾ സംഭവം. പടക്കം പൊട്ടിച്ചാൽ രാത്രി, ഞാൻ വോയിസ് എടുക്കുന്ന രാത്രിയാണ് കേട്ടോ അതിന്. ഇത് രാവിലെയാണ് ഞാൻ ഇക്കാൻ്റെ കൂടെ പോകുന്നത് കേട്ടോ. നേരത്തെ പോകേണ്ട, ഒരു 8-9 മണിയാകുമ്പോഴത്തേന് പോകുന്നുണ്ട്. എന്നാൽ കടയിൽ ആരും എത്തൂല, നമുക്ക് നേരത്തെ നമുക്ക് വേണ്ട എളുപ്പമെടുത്ത് പോരും ചെയ്യാമല്ലേ ഇതിൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം പെരിന്തൽമണ്ണ എത്താനായിട്ടോ. ഇവിടെ കേട്ടോ നമ്മൾ പോകുന്ന കട അറ്റ്ലസ്. ഇതിലേറി വന്നാൽ 999 വരെ പോകുള്ളൂ ചുരിദാറിന് റേറ്റ് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതലാവില്ല എന്ന നിലക്കാണ് ഞാനിവിടെ കയറി കേട്ടോ. 2-3 കൂട്ട് വേണം സ്കൂൾക്ക്. ആ കഴിഞ്ഞ വർഷത്തെ ഞാൻ 2-3 പഴയതായിട്ട് ഉപയോഗിച്ചു, വീട്ടിൽ ഉപയോഗിച്ചു. അപ്പം ഇനിയിപ്പോൾ നമുക്കത് ഇനി പകരം 2-3 കൂട്ട് കയറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കുന്ന ഡ്രസ്സുകൾ. അപ്പോൾ ചുരിദാർ അത്യാവശ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഏതാണെന്നില്ലതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണും കേട്ടോ. പെരുന്നാൾ ഡ്രസ്സായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ വെറുതെ മേലക്കൊന്ന് കയറിയതാണ്. പാത്തുവിനും നിച്ചുവിനൊന്നും ഡ്രസ്സ് എടുക്കുന്നില്ല കേട്ടോ, കുട്ടികൾക്ക് ആർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ നിച്ചു മേലൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓനെ കയറ്റി കൊണ്ടുപോയതാണ് കേട്ടോ. സാധാരണ എനിക്ക് എടുക്കാറുണ്ടല്ലോ, അപ്പോൾ ഇക്കുറി 2 ആൾക്കും ഇല്ല കേട്ടോ. കാരണം ഇക്ക പറഞ്ഞു എനിക്ക് ആർക്കും ഡ്രസ്സ് എടുക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടോ. ഞാൻ അന്ന് എനിക്കെന്തായാലും ഞാൻ മാറ്റി വെച്ച സംഭവമായിരുന്നു ഇത് എടുക്കണം എന്നുള്ളത്, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ 2 കൂട്ട് ചുരിദാർ. അതിപ്പോൾ നമ്മളത് ഗൈസ് അങ്ങനെ നമ്മൾ പാത്തൂന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ. വൈകുന്നേരം ഒരു 5 മണി 5:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി മൈലാഞ്ചി ഇടാം. കാരണം ഇനിയിപ്പോൾ ഇക്ക വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇത് ഇടാതെ പോയാലേ ഇത് കുട്ടികൾക്ക് ഞാനിടാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ കേട്ടോ. അപ്പോൾ പാത്തൂന് മൈലാഞ്ചി വേണം. അപ്പോൾ എന്നാൽ ഓൾക്കും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാൻ എത്തിയിട്ടോ. അപ്പോൾ ഇതാ മുത്തുകാക്കുൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മകളെ കുട്ടികളാണ് കേട്ടോ. പാത്തു ഇതെല്ലായിടത്തും മൈലാഞ്ചി. പാത്തു ഇന്നെ പോലെ തന്നെ ഒരു മൈലാഞ്ചിൻ്റെ കുറുമ്പിയ തോന്നുന്നു. അവൾ എത്താത്തി അങ്ങനെ തന്നെ ഉണ്ടോ. മിന്നു ഓൾക്കും വേണം കേട്ടോ നല്ലോണം മൈലാഞ്ചി. എനിക്കും വേണം കേട്ടോ, എനിക്കും ഇഷ്ടമാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. അതിനിപ്പോൾ ഇതാ നമ്മൾ മൈലാഞ്ചിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഗെയ്സ്. പാത്തുവിനെ എവിടെ ഇട്ടാലും തികയുന്നില്ല, കൈ മേലക്കെല്ലാം നിറച്ചും വേണമെന്ന് പറഞ്ഞിട്ട് കൈയെല്ലാം പൊന്തിച്ചേട്ടോ. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്നങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ, ഇന്നെപ്പോലെ തന്നെ അല്ലേ ഓൾക്കും ആഗ്രഹം ഉണ്ടാകുന്ന എഴുതിയിട്ട്. അപ്പോൾ ഇതിൽ വോയിസ് എടുക്കുന്നത് ഞാൻ കേൾപ്പിച്ചാത്ത എന്താ പറയുക, പാത്തുവിൻ്റെ കുട്ടി കുറുമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കുറുമ്പ് കാട്ടലൊക്കെ ഉണ്ട് കേട്ടോ. മൈലാഞ്ചി ഓൾക്ക് ഒറ്റയ്ക്ക് ഇടണം എന്ന് പറഞ്ഞ കണ്ടൊക്കെ കണ്ടോ. വാശിയും കുറുമ്പും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും വക വെക്കാതെ പിടിച്ച് വെച്ച് കണ്ടിട്ട് കൊടുക്കുന്ന കേട്ടോ ഗേസ്. മൈലാഞ്ചി ഇട്ട് കാണാൻ നല്ല രസം ഉണ്ടാവില്ല, അരച്ചിട്ട് ഇട്ട് കൊടുക്കണം. പക്ഷേ അരച്ചിടാനുള്ള മൈലാഞ്ചി ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആ ഇരിക്കണ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ആരോ വന്നപ്പോൾ ആസനാരോ വന്നപ്പോൾ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഗേസ്. അങ്ങനെ ഇവിടെ ആകുമ്പോൾ എല്ലാവരും വരും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ പരിപാടി. പെരുന്നാൾ തലേന്ന് നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അതിൽ കുട്ടികളെ നമുക്ക് വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങ് മൈലാഞ്ചി ഇടുന്നത് ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ മൈലാഞ്ചി ഇടുന്ന കണ്ട് എടുത്തൂടെ പറഞ്ഞാൽ അങ്ങനെ എടുത്തേണ് കേട്ടത്. അപ്പോൾ നല്ല അമ്പൊക്കെ വരച്ച് കാണ്ട് നമ്മളിതാ നല്ല ചിത്രമെല്ലാം വരക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം നല്ലോണം ഈ ട്യൂബ് ഇറങ്ങിയ സമയത്ത് ഞാൻ നല്ലോണം മൈലാഞ്ചി ഇട്ട് കൊടുത്തിന് കുട്ടികൾക്കൊക്കെ കേട്ടോ. അന്ന് നമ്മൾ തന്നെ വലിയ ആൾ. ഇപ്പം നമുക്ക് ഒന്നും വരയ്ക്കാനില്ല, നല്ല പടക്കം പൊട്ടുണ്ട് കേട്ടോ ഗേസ്. അങ്ങനെ ഞാനിതാ നല്ലൊരു സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് നല്ലപോലെ ഇടാനറിയില്ല, അപ്പോൾ ഞാൻ സ്റ്റിക്കർ അങ്ങോട്ടിച്ചിട്ടാന്ന് എഴുതി കണ്ടില്ലാണ് കേട്ടോ. അപ്പോൾ 2 ഇതാ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ വാങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളും കൂടി ഒന്ന് നോക്കി കണ്ടുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും വാങ്ങിക്കൊണ്ട്. 10 റുപ്യ ഉള്ളൂ കേട്ടോ. ആ ചെറിയ അച്ഛന് മറ്റേന് 20 റുപ്യ ഉണ്ട് കേട്ടോ. എന്നാലും എന്താ നല്ല കുണത്തിൽ മനുഷ്യൻ്റെ കജിമ കാണാൻ കഴിയും. എനിക്കൊന്നും നല്ല ഇതിലേക്ക് വരക്കാൻ വയ്ക്കൂലേ. പണ്ടൊക്കെ ഞാൻ വരച്ചതിനൊന്നല്ലാതെ ഇപ്പോൾ ഞാൻ വരക്കലൊന്നുമില്ല. മൈലാഞ്ചി വരച്ചാൽ ഞാൻ വരച്ച എത്ര ആയാലും ഇപ്പോൾ ചൊറുക്കിൽ കിട്ടൂല. അപ്പോൾ ഞാൻ കരുതി ഇന്നങ്ങ് സ്റ്റിക്കർ അങ്ങനെ കരുതി കണ്ടാണ് കേട്ടോ. അങ്ങനെ പാത്തുവിന് ഓരോ കൈമയൊക്കെ കാണിച്ചു തരുന്ന കേട്ടോ. വിരലെല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അവൾ. അതിപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.
ഓളത് 2 മിനിറ്റേ വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ 2 ചുരുട്ടലാണ്. കാരണം കുട്ടികളല്ലേ. ഞാനിപ്പോൾ ഇത് അവരൊക്കെ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ മൈലാഞ്ചി ഇടാൻ. സെന ഇട്ട് കൊടുക്കണവർക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിഞ്ചു നല്ല സെറ്റായി നിന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടേക്കാൻ. അപ്പോൾ അവിടെയും വേണം ഇവിടെയും വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നഖം കാണിച്ചു തരുന്നുണ്ട് ടൈം ഇടണം എന്നെല്ലാം പറഞ്ഞിട്ട്. അവൾ ഉറങ്ങി നീച്ചേക്കാൻ ഇതെല്ലാം കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ പാത്തുവിൻ്റെ മൈലാഞ്ചി പരന്നു ഗൈസ്. കണ്ടില്ലേ, അവളവിടെ കുമ്പെടുത്ത് ഇങ്ങനെ വെച്ചെടുത്തേക്ക് കൈ അതിനാലവിടെ പരന്നു. അതൊന്നും നോക്കണ്ട, ചെറിയ കുട്ടികളെ മൈലാഞ്ചി കൈയുമുണ്ടെങ്കിൽ പരന്നാലും അത് രസം തന്നെയാണ് കേട്ടോ കാണാൻ. ഞാൻ മൈലാഞ്ചി ഞാൻ ഷാൾ കൊണ്ടങ്ങ് വടിച്ചെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീണ്ടും ആകെ പരത്തുമല്ലോ എഴുതിയിട്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം അങ്ങ് ഉണങ്ങട്ടെ ഇറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി ഉണ്ട്. അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പറയാം പാത്തുവിൻ്റെ മൈലാഞ്ചി വേഗം ഉണങ്ങാനാണ്. അപ്പോൾ കുട്ടികൾ നല്ല രസത്തിൽ നിൽക്കുന്നത് എന്താ പറയുന്നതെന്നില്ല നിങ്ങൾക്ക് എത്തിച്ചേരാം. അല്ല പഠിച്ചോനെ ഞങ്ങൾ പാത്തുവിൻ്റെ മൈലാഞ്ചി ഊരാൻ കുറുമ്പ് കാട്ടാണ് പെട്ടേ ചോക്കണേ ആമി എളുപ്പം ചോക്കണേ റബ്ബേ മൈലാഞ്ചി. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ കാര്യം കാട്ട പോകയാണ് ആമിയും എളുപ്പം ചോക്കണേ. ആമി നല്ല കറുത്ത ചോപ്പ് വെളുപ്പ ചോപ്പൊക്കെ അങ്ങനെ ഞങ്ങളെ മൈലാഞ്ചിപ്പോടെ ചോക്കും ഏതാണ്ട് കൂട്ടുകാർക്ക് ഇതാണ് ഞങ്ങളെ മൈലാഞ്ചി ഗൈസ്. ഇതാണ് മൈലാഞ്ചി രാവ്. ഇതാണ് അങ്ങനെ ഞങ്ങൾ കഴുകാൻ പോകുകയാണ് ഗൈസ്. ഇതേപോലത്തെ ചിത്രം വരക്കാനാണ് സെന നിൽക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് എങ്ങനെയാണ് വരക്കുന്നതെന്ന് കാണിച്ചത്. ആ ചിഞ്ചോടെ വരലുമ്പോൾ കയറിയിരിക്കണം. ഇത് അറിയേണ്ട മൈലാഞ്ചി ഇതാട്ടോ. അപ്പം ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചാണ് കേട്ടോ ഗൈസ്. ഇത് ഉള്ളിലിട്ടതാണ് കേട്ടോ. ഇതെന്താ പിന്നെ ഞാൻ പറഞ്ഞേ? റിസന്റെ മൈലാഞ്ചി ഇതാണ് കേട്ടോ ഗൈസ്. കഴിയും ഹായ് പാത്ത് സൂപ്പർ ആയിക്കണോ കേട്ടോ മൈലാഞ്ചി. ആരട്ടെന്നേ? ഓളെ പേരെന്താ? നേരമേമ ആരാണ്? അങ്ങനെ കേസ് ഞങ്ങൾ പാത്തുവിൻ്റെ മൈലാഞ്ചിയൊക്കെ കേക്കിയിട്ട് കാണിച്ചു തന്നതാട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേക്കിയിട്ട് കാണാൻ. അപ്പോൾ ഞാൻ സ്റ്റിക്കർ തുടങ്ങാനായിട്ട് എനിക്കും ധൃതിയാവുന്നുണ്ട് കേട്ടോ. കുട്ടീനെ പോലെ തന്നെ എനിക്കത് പറിച്ചിടാനായിട്ട് ധൃതിയാണ്ട് ഉള്ളിൽ ചോദിക്കോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ റിയക്ക് ഇതാ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഈ മോഡലിൽ വേണമെന്ന് പറഞ്ഞാൽ കാണിച്ചെടുത്തതാണ്. അപ്പോൾ സെന ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ ചിഞ്ചുവിന് ഫാൻസി ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അപ്പം ഞാനും ഉണ്ട് പാത്തുവിന് ഒരു മാല വാങ്ങണം എന്ന് കണ്ടോ അല്പം പോകാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ കേസ് ഞങ്ങൾക്ക് മൈലാഞ്ചി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ എൻ്റെ സ്റ്റിക്കറെല്ലാം ഊരി കഴിഞ്ഞിട്ട് കണ്ടതാണ് കേട്ടോ നിങ്ങളത് കഴിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങാടിയിലെല്ലാം പോയി വന്നിട്ടോ. പോയി വന്നപ്പോൾ ഇതാ പാത്തുവിന് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അവൾക്ക് മാലയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി കൂടെ കാണിച്ചു തരുന്ന കേട്ടോ എനിക്ക്. ഞാൻ പീടിയിൽ പോയി വന്നപ്പോഴത്തേന് ചോത്ത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നു. ഓളവിടെ ഇരുത്തിയിട്ടോ ഞാൻ പോയിട്ടുണ്ട് അതിനെ കടയ്ക്ക് ചിഞ്ചുറ്റിട്ടും കൂടെ. അപ്പോൾ ഞാൻ കുട്ടികളും കൂടി ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ വീഡിയോ ജസ്റ്റിങ്ങൊക്കെ കാണിച്ചു തന്നെ കേട്ടോ. അവരെ കളികൾ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തായിരുന്നു. അപ്പോൾ ഐസ് കിട്ടിയ പോലൊക്കെ കളിക്കാനൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോന്നപ്പോൾ ഇതാ ഇക്കാൻ്റെ മുടി വെട്ടണം എന്ന് പറഞ്ഞു, നിച്ചുവിൻ്റെ മുടി വെട്ടണം. അങ്ങനെ ഞങ്ങൾ ബാർബർ ഷോപ്പിൽ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പോരുന്ന വൈക്കൽ തന്നെ ഉണ്ട് ഒരു കട. അയാളെ ഇറങ്ങി. അപ്പോൾ സമയം എത്ര 9:45 അയാളോട് അടക്കണുണ്ടോ ചോദിച്ചാൽ വന്നോളി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാത്ത് പറയണം ഉമ്മ ഉപ്പാൻ്റെ ഇവിടെ എല്ലാം വിട്ട് താടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.